നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യം എത്തുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ കപ്പലാണെന്നുള്ള വാർത്തകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. കൊച്ചിക്കും കോഴിക്കോടിനും പിന്നാലെ കപ്പൽ കഥകളുടെ ചൂടും ചൂരും അറിയാൻ ഒരുങ്ങുകയാണ് നമ്മുടെ തലസ്ഥാന നഗരി. ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ കപ്പൽ ഏതായാലും നമ്മുടെ വിഴിഞ്ഞത്ത് നങ്കൂരമിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഏതായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി അഥവാ ഷിപ്പിംഗ് കമ്പനി? അതേക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വിഴിഞ്ഞം തുറമുഖവും അതിനെതിരായ പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങളും അതിന്റെ നാൾ വഴികളും ഒക്കെ കണ്ടറിഞ്ഞ മലയാളികൾക്ക് വരും നാളുകളിൽ കപ്പലുകളും കപ്പൽ കമ്പനികളും അവയെക്കുറിച്ചൊക്കെ കേൾക്കേണ്ടിയും അറിയേണ്ടിയും വരും. ലോകത്തെ ഏറ്റവും വലിയ 10 ഷിപ്പിംഗ് കമ്പനികളുടെ കഥയാണ് നിങ്ങൾക്കായി ഞങ്ങൾ ഇതാ പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ 10ാം സ്ഥാനത്തുള്ളത് സിം ഇന്റഗ്രേറ്റഡ് ഷിപ്പിംഗ് സർവീസസ് ലിമിറ്റഡ് ആണ്. പൊതുവെ സിം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കമ്പനി ഇസ്രയേലിലെ കാർഗോ ഷിപ്പിംഗ് കമ്പനിയാണ്. വളരെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനെക്കുറിച്ച് പറയാം. 1945 കമ്പനി ആരംഭിക്കുന്നത്. അന്ന് ഇതിന്റെ പേര് സിം പാലസ്തീൻ നാവിഗേഷൻ കമ്പനി ലിമിറ്റഡ് എന്നായിരുന്നു. 1948 ഇസ്രയേൽ രൂപീകരിച്ചതോടെ ഷിപ്പിംഗ് കമ്പനിയും പേര് മാറ്റി. ഇസ്രയേലിലെ ഖലീഫയാണ് സിമ്മിന്റെ ആസ്ഥാനം. 124 വമ്പൻ കപ്പലുകളാണ് സിമ്മിനുള്ളത്. അവരുടെ കപ്പാസിറ്റി 6,19,349 TEU കണ്ടെയ്നറുകളാണ്. 9ാം സ്ഥാനത്തുള്ളത് തായ്വാൻ ഷിപ്പിംഗ് കമ്പനിയായ യാങ് മിങ് മറൈൻ ട്രാൻസ്പോർട്ട് ആണ്. തായ്വാനിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ ഷിപ്പിംഗ് കമ്പനികളിലൊന്നാണ് യാങ് മിങ്. 1972 ഇതിന്റെ തുടക്കം. ഈ തായ്വാൻ കമ്പനി ലോകത്തിന്റെ എല്ലായിടത്തും ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. 87 രാജ്യങ്ങളിലായി 241 ഓഫീസുകളാണ് യാങ് മിങ്ങിലുള്ളത്. തായ്വാനിലെ കീലങ്ങാണ് ഇവരുടെ ആസ്ഥാനം. മിങ്ങിന്റെ കപ്പാസിറ്റി 7,08,593 TEU കണ്ടെയ്നറുകളാണ്. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ 8ാം സ്ഥാനം സൗത്ത് കൊറിയൻ കമ്പനിയായ HMM Co ലിമിറ്റഡ് അഥവാ ഹുണ്ടായി മർച്ചന്റ് മറൈൻ ആണ്. സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി കൂടിയാണ് ഹുണ്ടായി മർച്ചന്റ് മറൈൻ. സൗത്ത് കൊറിയയുടെ വികസന കുതിപ്പിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച കമ്പനി കൂടിയാണിത്. സൗത്ത് കൊറിയൻ തലസ്ഥാനമായ സിയോൾ ആണ് HMMന്റെ ആസ്ഥാനം. 74 കണ്ടെയ്നർ ഷിപ്പുകളുള്ള HMMന്റെ കപ്പാസിറ്റി 8,10,000 TEU കണ്ടെയ്നറുകളാണ്. 7ാം സ്ഥാനത്തുള്ള കമ്പനിയെ പറ്റി നിങ്ങൾ എല്ലാവരും മുന്നേ കേട്ടിട്ടുണ്ടാവും. 2021 സൂയസ് കനാലിൽ ഒരു ചരക്ക് കപ്പൽ കുടുങ്ങിയത് ലോകം മുഴുവൻ വാർത്തയായിരുന്നു. അന്ന് ആ മൊത്തം കപ്പൽ യാത്രകളെയും അത് ബാധിച്ചു. അന്ന് കുടുങ്ങിയത് ഈ ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ള ഷിപ്പിംഗ് കമ്പനി എവർഗ്രീൻ ലൈനിന്റെ കപ്പലാണ്. അന്ന് സൂയസ് കനാലിൽ കുടുങ്ങിയ കപ്പലിന്റെ പേര് എവർ ഫോർവേഡ് എന്നായിരുന്നു. തായ്വാൻ കമ്പനിയായ എവർഗ്രീൻ 1968 രൂപം കൊണ്ടത്. തായ്വാനിലെ ലുഷുവിലാണ് എവർഗ്രീന്റെ ആസ്ഥാനം. 80 രാജ്യങ്ങളിൽ എവർഗ്രീൻ സർവീസ് നടത്തുന്നു. 211 കണ്ടെയ്നർ ഷിപ്പുകളാണ് ഇവർക്കുള്ളത്. അതായത് 16,44,883 TEU കണ്ടെയ്നറുകളാണ് എവർഗ്രീന്റെ കപ്പാസിറ്റി. ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകളിൽ ഉൾപ്പെട്ട 3 കപ്പലുകളും എവർഗ്രീന്റെ പേരിൽ തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിൽ 6ാം സ്ഥാനത്ത് ഒരു ജപ്പാൻ ഷിപ്പിംഗ് കമ്പനിയാണ് വൺ, അതായത് ഓഷ്യൻ നെറ്റ്വർക്ക് എക്സ്പ്രസ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ടോപ്പ് 10 ഷിപ്പിംഗ് കമ്പനികളിൽ വൺ ഇടം പിടിച്ചത്. 2017 ഈ കമ്പനി രൂപീകരിച്ചത്. ജപ്പാൻ കമ്പനിയാണെങ്കിലും ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് 2 ഇടങ്ങളിലാണ്. ഒന്ന് ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലും മറ്റൊന്ന് സിംഗപ്പൂരിലും. 3 ജപ്പാൻ കമ്പനികളുടെ ഒരു ജോയിന്റ് വെഞ്ചറാണ് വൺ ഷിപ്പിംഗ് കമ്പനി. 231 കണ്ടെയ്നർ ഷിപ്പുകളുള്ള വണ്ണിന്റെ കപ്പാസിറ്റി 17,99,818 TEU കണ്ടെയ്നറുകളാണ്. നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തെത്തിയത് ഹപ്പാങ് ലോയിഡ് ഗ്ലോബൽ കണ്ടെയ്നർ ലൈനർ ഷിപ്പിംഗ് എന്ന കമ്പനിയാണ്. ജർമ്മനിയിലെ ഹാംബർഗ് ആണ് ഇതിന്റെ ആസ്ഥാനം. 1970 ഹപ്പാങ് ലോയിഡ് എന്ന ഷിപ്പിംഗ് കമ്പനി രൂപം കൊള്ളുന്നത്. 266 കണ്ടെയ്നർ ഷിപ്പുകളുള്ള ഹപ്പാങ് ലോയിഡിന്റെ കപ്പാസിറ്റി 19,63,934 TEU കണ്ടെയ്നറുകളാണ്. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് കോസ്കോയാണ്. അതായത് ചൈന ഓഷ്യൻ ഷിപ്പിംഗ് കമ്പനിയുടെ ചുരുക്കെഴുത്താണ് കോസ്കോ. 2016 ഈ ഷിപ്പിംഗ് കമ്പനി രൂപീകരിക്കുന്നത്. ചൈനീസ് സർക്കാരിന്റെ അധീനതയിലുള്ള ഈ ഷിപ്പിംഗ് കമ്പനിയുടെ ആസ്ഥാനം ഷാങ്ഹായ് ആണ്. 40 രാജ്യങ്ങളിൽ കോസ്കോയ്ക്ക് സർവീസ് ഉണ്ട്. 490 കണ്ടെയ്നർ ഷിപ്പുകളാണ് കോസ്കോയ്ക്ക് ആകെയുള്ളത്. 30,54,323 TEU കണ്ടെയ്നറുകളാണ് ഇവരുടെ കപ്പാസിറ്റി. അടുത്ത വർഷം ഈ കപ്പാസിറ്റി ഉയർത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് കോസ്കോ അധികൃതർ.
ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനം CMA CGM എന്ന കമ്പനിക്കാണ്. ഇതിന്റെ എക്സ്പാൻഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ഇതൊരു ഫ്രഞ്ച് പേരാണ്. കമ്പനി ജനറലെ ട്രാൻസാന്റിക്യൂ ആൻഡ് മെസഞ്ചറീസ് മാരിടൈംസ് ഏറ്റവും പഴക്കം ചെന്ന ഷിപ്പിംഗ് കമ്പനികളിലൊന്നാണ്. 1851 ഇതിന്റെ തുടക്കം. 1978ഓടെ പല വലിയ കമ്പനികളെയും കൂട്ടിച്ചേർത്ത് ഇന്നത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായി CGM മാറി. ഫ്രഞ്ച് നഗരമായ മാഴ്സിലെയാണ് ഇതിന്റെ ആസ്ഥാനം. 150 റൂട്ടുകളിലായി 624 കണ്ടെയ്നർ ഷിപ്പുകളാണ് CMA CGMന്റേതായി യാത്രകൾ നടത്തുന്നത്. 35,78,494 TEU കണ്ടെയ്നറുകളാണ് CMA CGMന്റെ കപ്പാസിറ്റി. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ 2-ാം സ്ഥാനത്തുള്ള APM മെസ്കിന്റെ കപ്പലാണ് വിഴിഞ്ഞത്ത് ആദ്യമെത്തുക. ഡെൻമാർക്ക് ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയാണിത്. കഴിഞ്ഞ ദശാബ്ദങ്ങളിലെല്ലാം 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന കമ്പനിയാണ് ഇപ്പോൾ 2-ാം സ്ഥാനത്തെത്തിയത്. 1904 മെസ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനാണ് മെസ്കിന്റെ ആസ്ഥാനം. നിലവിലെ കണക്കനുസരിച്ച് 675 കണ്ടെയ്നർ ഷിപ്പുകളാണ് ഇവർക്കുള്ളത്. 41,17,136 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉണ്ട് മെസ്കിന്. മെസ്കിന്റെ കയ്യിൽ 25 വർഷം ഭദ്രമായിരുന്ന 1-ാം സ്ഥാനം തട്ടിയെടുത്തത് MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ്. സ്വിസ് ഇന്റർനാഷണൽ കമ്പനിയാണിത്. 1970 ഈ കമ്പനി ആരംഭിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് മെഡിറ്ററേനിയന്റെ ആസ്ഥാനം. 1-ാം സ്ഥാനക്കാരനായ മെഡിറ്ററേനിയൻ കമ്പനിക്ക് ആകെ 800 കണ്ടെയ്നർ ഷിപ്പുകളുണ്ട്. 56,14,057 TEU ആണ് ഇവരുടെ കണ്ടെയ്നർ കപ്പാസിറ്റി. നമ്മൾ ഈ പറഞ്ഞ ടോപ്പ് 10 ലിസ്റ്റിലുള്ള വലിയ ഷിപ്പിംഗ് കമ്പനികളും അതിലെ വലിയ വലിയ കണ്ടെയ്നർ കപ്പലുകളും വിഴിഞ്ഞത്തേക്ക് എത്തുന്ന ദിവസം അത്ര വിദൂരമല്ല.